സെപ്റ്റംബർ 27 വിശുദ്ധ വിൻസെന്റ് പോളിന്റെ തിരുനാൾ ആഘോഷിച്ച് ആഗോള സഭ. പിറന്യൂസു പർവ്വതത്തിന് സമീപം പൂയി എന്ന ഗ്രാമപ്രദേശത്ത് വില്യം ഓഫ് പോളിന്റെയും ബെർട്രാൻഡയുടെയും 6 മക്കളിൽ ഒരാളായി വിൻസെന്റ് പോൾ ജനിച്ചു. വിദ്യാഭ്യാസത്തിനു ശേഷം വിൻസെന്റ് 1600 വൈദികനായി. ദൈവവര പ്രസാദത്തിലല്ലെങ്കിൽ ഞാൻ ആരോടും പടവെട്ടുന്ന ഒരു പ്രകൃതിയായി തീരുമായിരുന്നുവെന്നാണ് വിൻസെന്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ദൈവശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും അദ്ദേഹം പഠിച്ചിരുന്നു. 1605 ഫാദർ വിൻസെന്റ് മാർസയിലേക്ക് പോകും വഴി ആഫ്രിക്കൻ കടൽക്കൊള്ളക്കാർ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന കപ്പൽ കൊള്ള ചെയ്തു. അവർ ഫാദർ വിൻസെന്റിനെ ഒരു മീൻപിടുത്തക്കാരന് അടിമയായി വിൽക്കുകയും ചെയ്തു. വിൻസെന്റിന് മീൻപിടുത്തത്തിനുള്ള വാസന ഇല്ലാത്തതിനാൽ ഒരു മുഹമ്മദീയന് വിറ്റു. 1 വർഷം ഫാദർ വിൻസെന്റ് അദ്ദേഹത്തോടുകൂടി താമസിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചാൽ സ്വത്തും സ്വാതന്ത്ര്യവും നൽകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു. 1606 ഓഗസ്റ്റിൽ അയാൾ മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ അവകാശി ഫാദർ വിൻസെന്റിനെ മറ്റൊരു ക്രിസ്ത്യാനിക്ക് വിറ്റു. വിൻസെന്റ് അയാളെ മാനസാന്തരപ്പെടുത്തി. 1607 ജൂൺ 28 മാർസയിൽ അദ്ദേഹത്തിനോടൊപ്പമെത്തി ഫ്രാൻസിലെ തടവുകാരുടെ ചാപ്ലിൻ ജനറലായി. 1616 ഫാദർ വിൻസെന്റ് പ്രസംഗിച്ച ഒരു ധ്യാനത്തിൽ നിന്ന് ചില കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കുമ്പസാരങ്ങൾ അദ്ദേഹത്തിന്റെ അറിവിൽപ്പെട്ടു. അന്ന് ഗോണ്ടി പ്രഭുവിന്റെ ജ്ഞാനപിതാവായിരുന്നു ഫാദർ വിൻസെന്റ്. ധ്യാനത്തിന്റെ വിവരങ്ങൾ പ്രഭു ഗ്രഹിച്ചപ്പോൾ അത്തരം ധ്യാനങ്ങൾ കൂടുതൽ നടത്താൻ പ്രഭു പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 1626 മിഷൻ കോൺഗ്രിഗേഷൻ രൂപവൽകൃതമായി. വിൻസെൻഷ്യസ് എന്ന് അവർ അറിയപ്പെടുന്നു. വൃദ്ധരോടും ദരിദ്രരോടും അനാഥരോടും പരിത്യക്തരായ എല്ലാവരോടും അദ്ദേഹത്തിന്റെ ഉപവി വിശ്വവിഖ്യാതമാണ്. ഫാദർ വിൻസെന്റ് ദരിദ്രരുടെ സഹായകൻ മാത്രമായിരുന്നില്ല, മനോഗുണ പ്രവൃത്തികൾ ചെയ്യാൻ ധനികരെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഓരോ ഇടവകയിലും ദരിദ്രരെയും രോഗികളെയും സഹായിക്കാൻ സംഘങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ ലൂയി ദെ മാറിലാക്കിന്റെ സഹായത്തോടുകൂടി ഈ സംഘങ്ങൾ അദ്ദേഹം ഉപവിയുടെ സഹോദരി സഭയാക്കി. 1660 സമാധാനപൂർവ്വം ഈ മനുഷ്യസ്നേഹി അന്തരിച്ചു. ലിയോ 13 മാർപ്പാപ്പ അദ്ദേഹത്തെ എല്ലാ പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി നിയമിച്ചു. അവയിൽ പ്രധാനമായത് 1833 ഫെഡറിക് ഓസാനം സ്ഥാപിച്ച വിൻസെന്റ് പോൾ സൊസൈറ്റി തന്നെയാണ്. വിശുദ്ധ വിൻസെന്റ് പോളെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.